അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി ലിവഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി വയഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം അള്ളാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്നും ഒരാൾ പോലും അവൻ്റെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽപ്പെട്ട് പരാജയപ്പെടുവാൻ ഇടയാക്കല്ലേ റഹ്മാനെ. യാ അള്ളാഹ്, ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും കാരുണ്യവാനായ നാഥൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിമേലിൽ തെറ്റ് ചെയ്യാതെ ജീവിക്കുവാൻ സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ഒരു ഹദീസ് മനസ്സിലാക്കാം. കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ മാത ഇബ്നു ആദമ ഇൻഖത അമലുഹു. ആദം സന്തതികൾ മരണപ്പെട്ടാൽ ഇൻഖത അമലുഹു, അവരുടെ അമലുകൾ, അവരുടെ കർമ്മങ്ങളെല്ലാം മുറിഞ്ഞു പോകുന്നു. ഇല്ലാമൻ സലാസത്ത, 3 കാര്യങ്ങൾ ഒഴികെ. അപ്പോൾ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ 3 കാര്യങ്ങൾ ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ദുനിയാവിൽ വെച്ച് തന്നെ മുറിഞ്ഞു പോകുന്നു. ഖബറിലേക്ക് ഉതകുന്ന 3 കാര്യങ്ങൾ നമുക്കെന്താണെന്ന് മനസ്സിലാക്കാം. മുറിഞ്ഞു പോകാത്ത 3 കാര്യങ്ങൾ: 1, സദഖത്തുൽ ജാരിയ, ജാരിയായ സദക്ക, നിലനിൽക്കുന്ന ദാനധർമ്മം. 2, ഇൽമുൻ നാഫിയ, നാഫിയായ ഇൽമു, ഉപകാരപ്പെടുന്ന അറിവ്. പ്രിയപ്പെട്ടവരെ, ഉപകാരപ്പെടുന്ന അറിവെന്ന് വെച്ചാൽ നമ്മൾ ദീൻ പഠിക്കുകയും നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുകയും ചെയ്യുക, എങ്കിൽ മാത്രമാണ് നാഫിയായ ഇൽമാകുന്നത്. 3-മത്തത് വലദുൻ സാലിഹിൻ യദൂലഹു, സ്വാലിഹായ സന്താനങ്ങളുടെ പ്രാർത്ഥന. നമ്മുടെ സന്താനങ്ങളെ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്ന മക്കളാക്കി വളർത്തുവാൻ നമ്മൾക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ ദീനി വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂൾ പഠനത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ ദീനി വിദ്യാഭ്യാസത്തിനും കൂടി മുൻതൂക്കം നൽകുക. മക്കൾക്ക് മതപഠനം കൊടുക്കാൻ പറ്റാത്ത മാതാപിതാക്കൾ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ അതികഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങാൻ സന്നദ്ധരായിരിക്കണം. ഇത് ഇസ്ലാമിൻ്റെ താക്കീതാണ്. സ്കൂൾ പഠനം കൊണ്ട്, ദീനീ വിജ്ഞാനം കൊണ്ട് മാത്രമാണ് മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്നും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ശാരീരികമായും സാമൂഹ്യമായും സാംസ്കാരികപരമായ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് മതപഠനത്തിൽ നിന്നുമാണ്. സ്കൂൾ പഠനം കൊണ്ട് മാത്രം മതബോധമുള്ള സംസ്കാര സമ്പന്നരെ വാർത്തെടുക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് ഇന്ന് പകൽ വെളിച്ചം പോലെ സത്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാ പേരും നമ്മളുടെ കുടുംബത്തോടും നമ്മളുടെ മക്കളോടും സ്നേഹമുള്ളവരാണ്, ദയാവത്സലരാണ്, വാത്സല്യമുള്ളവരാണ്. നമ്മുടെ അറിവില്ലാത്ത ഒരു കുഞ്ഞ് അടുപ്പിലെ തീക്കനൽ കണ്ടുകൊണ്ട് അതിൽ ആകാംക്ഷയായി ഓടി ആ തീക്കഷ്ണം എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ കോരിയെടുക്കുന്നു. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? അടുപ്പിലെ തീയും ആപത്തും ഭയന്നത് കൊണ്ടാണ്. സ്വന്തം സന്താനങ്ങളെ ജീവനിൽ ഉപരി സ്നേഹിക്കുന്ന രക്ഷിതാക്കളെ, നമ്മൾ മക്കളോട് കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുക. അടുപ്പിലെ തീയും ആ കനൽക്കട്ട കുഞ്ഞ് വാരിയെടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ രക്ഷിക്കുന്നത് അടുപ്പിലെ തീയും ആപത്തും ഭയന്നിട്ടാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ദുനിയാവിലെ തീയേക്കാൾ 69 ഇരട്ടി കാഠിന്യമുള്ളതാണ് മഹിഷറയിലെ നരകാഗ്നി. ആ നരകാഗ്നിയിൽ നമ്മുടെ സന്താനങ്ങൾ ശിക്ഷിക്കപ്പെടുമ്പോൾ അതിന് കാരണക്കാരായ മാതാപിതാക്കളും ശിക്ഷിക്കപ്പെടുന്നു. നമ്മുടെ സന്താനങ്ങൾക്ക് അസഹ്യമായ വേദന അനുഭവപ്പെടുമ്പോൾ അവർ അള്ളാഹുവിനോട് വാവിട്ട് അപരാധിപ്പെടുകയാണ്. സർവശക്തനായ നാഥ, ഞാൻ ഈ വേദന അനുഭവിക്കാനുള്ള കാരണം എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്. എൻ്റെ മാതാപിതാക്കൾ എന്നെ അറിവ് പഠിപ്പിച്ചിട്ടില്ല റഹ്മാനെ. അതുകൊണ്ട് എനിക്ക് കിട്ടിയ വേദനയേക്കാൾ, ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയേക്കാൾ ഇരട്ടി ശിക്ഷ എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കണേ എന്ന് അവർ പ്രാർത്ഥിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ വിവചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു.
അപ്പോൾ നമ്മുടെ സന്താനങ്ങളെ ദീനി വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസത്തിനോടൊപ്പം ദീനി ജ്ഞാനം കൊടുക്കാനും നമ്മൾ തയ്യാറാകണം. പരിശുദ്ധ ഖുർആൻ്റെ വക്താക്കളാക്കണം. നാടിനും വീടിനും ദീനിനും ഉതകുന്ന മക്കളാക്കണം. അതുപോലെ നമ്മളും പഠിക്കണം. പഠിച്ച് ദീനി വിജ്ഞാനമുള്ളവരാവുക. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ ഖുർആൻ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത ഒരു വ്യക്തിയാണ് ജോർജ് ബർണാഡ് ഷാ. അദ്ദേഹം ഒരു ക്രൈസ്തവ ജാതിക്കാരനാണ്, ഒരു റൈറ്ററാണ്, എഴുത്തുകാരനാണ്. പരിശുദ്ധ ഖുർആൻ അദ്ദേഹം വളരെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി. അതിൽ അടങ്ങിയിരിക്കുന്ന തത്വസംഹിതകൾ, മനോഹരമായ ആശയങ്ങൾ അദ്ദേഹം വളരെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഖുർആൻ്റെ അത് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യുകയുണ്ടായി. അതിൽ അവസാനം അദ്ദേഹം എഴുതിയത്, ഇഫ് എനി റിലീജിയൻ ഹാസ് ദ ചാൻസ് ഓഫ് ruling over Europe, England within the next 100 years, it can only be Islam. If any religion has the chance of ruling over Europe, England, യൂറോപ്പോ ഇംഗ്ലണ്ടോ ഭരിക്കുവാൻ ഏതെങ്കിലും ഒരു മതത്തിന് അവസരം കിട്ടിയാൽ, ഏതെങ്കിലും ഒരു മതത്തിന് ചാൻസ് കിട്ടുകയാണെങ്കിൽ, വിത്തിൻ ദ നെക്സ്റ്റ് 100 years, അടുത്ത 100 വർഷത്തിനകം ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ, ഇറ്റ് ക്യാൻ ഒൺലി ബി ഇസ്ലാം, അത് ഇസ്ലാം മതത്തിന് മാത്രമായിരിക്കും എന്നാണ് എഴുതിയത്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അന്യമതസ്ഥനായ ക്രൈസ്തവ ജാതിക്കാരനായ ജോർജ് ബർണാഡ് ഷായാണ് ഇത് എഴുതിയത്. അപ്പോൾ ഇസ്ലാമായി ജനിച്ച് ഇസ്ലാമിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾ ഖുർആൻ്റെ വക്താക്കളാകണം. ഖുർആനിൽ അടക്കിയിരിക്കുന്ന ആശയങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ഖുർആനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തണം. അതിനെ അള്ളാഹ് മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുവാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا ما هذا خلقت هذا باطلا سبحانك فقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله وبركاته.